ഹജ്ജിലെ അറവും ഉദഹിയത്തും തമ്മിൽ ബന്ധമില്ല. ഹജ്ജിലെ അറവ് ഹദിയാണ്, അത് ഇതുമായി ബന്ധപ്പെട്ട ഉദഹിയത്തല്ലത്. അത് ഹജ്ജിൽ അയാൾ ആദ്യം ഇഹ്റാമിൽ പ്രവേശിച്ചു, ഉംറ നിർവഹിച്ചു, ഉംറയിൽ ഒഴിവായി സാധാരണ ജീവിതം നയിച്ചു, പിന്നെ ഹജ്ജിന് സമയമാകുമ്പോൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചു. അപ്പം ഹജ്ജിനും ഉംറക്കും ഇടയിൽ കുറച്ച് ദിവസങ്ങൾ അയാൾ സാധാരണ പോലെ വേഷം സ്വീകരിക്കുകയും സാധാരണ ജീവിത രീതി സ്വീകരിക്കുകയും ചെയ്തു. അത് അള്ളാഹ് കൊടുത്തൊരു നിഅമത്താണ്. അതിന് അള്ളാഹുവിന് അവൻ ഒരു ശുക്രായിക്കൊണ്ട് സമർപ്പിക്കേണ്ടുന്ന ഒരു ഹദിയയാണ് ആ ഒരു അറവ്. അല്ലെങ്കിൽ ഫിദിയ, ഹജ്ജിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഹജ്ജിന് വാജിബാത്ത് നഷ്ടപ്പെട്ടു, ഒരാൾക്ക് മിനയിൽ പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മുസ്ദലിഫിൽ പോകാൻ കഴിഞ്ഞില്ല, ഒരു വാജിബായ കാര്യം ചെയ്യാൻ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു. അപ്പോൾ എങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള അറവാണ് ഫിദിയ. കൗണ്ടറിൽ പൈസ ചെല്ലുമ്പോൾ ചോദിക്കും ഹദിയയാണോ ഫിദിയയാണോ. ഹദിയയാണെങ്കിൽ ഹദിയയുടെ വകുപ്പിലേക്ക് പോകും, ഫിദിയയാണെങ്കിൽ ഫിദിയയുടെ വകുപ്പിലേക്ക് പോകും. അത് മക്കയിലെ ദരിദ്രന്മാർക്കുള്ളതാണ് യഥാർത്ഥത്തിൽ ആ മാംസം. മക്കയിലെ ദരിദ്രന്മാരെ ആവശ്യം കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ അല്ലാത്തവരെ പരിഗണിക്കാം. ഉമർ ഖത്താബിന്റെ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം ഇന്ന് അവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അത് കയറ്റേക്കാൻ കണ്ടമാനം അറവുകൾ ഉണ്ടാവും. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഹജ്ജിന് പേരുന്ന സിസ്റ്റം വന്നു, എല്ലാവരും മറക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ധാരാളം അറവുണ്ടാവും. മാത്രമല്ല പഴയ കാലത്തെ അപേക്ഷിച്ച് അവിടെ ഫക്കീറന്മാർ കുറയുകയും ചെയ്തു. അപ്പോൾ അവിടെ വിതരണം ചെയ്യും. എന്നിട്ട് അതിൽ മാംസം ബാക്കിയാകുമ്പോൾ മറ്റു പല പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളിലേക്ക് അവർ അത് മാംസം അവിടുന്ന് കയറ്റയക്കാറുണ്ട്. മാംസമാണ് കയറ്റയക്കാം, അറവോട് നടത്തും, എന്നിട്ട് മാംസം അവർ കയറ്റയക്കാറുണ്ട്. അതാണ് ഇന്നവിടെ ചെയ്തു പോരുന്ന രീതി. അവിടെ നമുക്കത് മതി, നമുക്കതേ കഴിയുള്ളൂ. ഇനി നമുക്ക് മൃഗത്തെ വാങ്ങി അറക്കണോ, അവിടെ സംവിധാനമുണ്ട്. നമുക്കവിടെ കൗണ്ടർ പൈസ പറയാം, എൻ്റെ മൃഗത്തെ ഞാൻ അറക്കുന്നു പറഞ്ഞാൽ ഒരു സംവിധാനം ചെയ്തു തരും, നമുക്കൊരു അറിയിപ്പ് തരും. ഇതിൻ്റെ അറിവ് എപ്പോഴാണ് അറിയിക്കും, ആ സമയത്ത് അവിടെ ചെന്നാൽ നമുക്ക് നമ്മളെ മൃഗത്തെ വേണമെങ്കിൽ അറക്കുകയും ചെയ്യാം. അത് ആ നിലക്ക് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവിടെ കൈകാര്യം ചെയ്യപ്പെട്ട് പോകുന്നുണ്ട്. ഹദിയായിട്ട് സാധാരണ ഹജ്ജിൻ്റെ അറവാണെങ്കിൽ ഹദിയാണ്. എന്നാൽ ഹജ്ജിൽ ഈ പറഞ്ഞ പോലെ ഒരു നിർബന്ധമായ കാര്യം ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, ഇപ്പോൾ സമയമാകുന്നതിന് മുമ്പ് തന്നെ മുടി കളഞ്ഞു, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ഹജ്ജിൻ്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അതിനുള്ള പ്രായശ്ചിത്തമാണ് ഫിദിയ. അത് അങ്ങനെ തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അബദ്ധം പറ്റിയവർക്ക്, അല്ലെങ്കിൽ വാജിബ് നഷ്ടപ്പെട്ടു പോയവർക്കൊക്കെ അത് ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ പോയി രോഗിയായി മാറി, ഹജ്ജിന് പോയപ്പോൾ രോഗിയായി മാറി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, എല്ലാവരെയും പോലെ ഓനവിടെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അറഫീക്കൂടി കൊണ്ടുപോകും, എന്നാൽ അറഫയ്ക്ക് വേറെ പരിഹാരമില്ല, അത് നിർബന്ധമാണ്. ആംബുലൻസിനെങ്കിലും ഒരു കൊണ്ടുപോയിട്ട് അറഫീക്കൂടി ഇങ്ങനെ കൊണ്ടുവരും. അല്ലാത്തതിനൊരു പറയും, ഏൽപ്പിക്കാൻ പറ്റിയ കർമ്മങ്ങൾ വേറെ ആളെ ഏൽപ്പിക്കാൻ പറയും. ഇപ്പോൾ കല്ലെറിയുക, അത് വേറെ ആളെ ഏൽപ്പിക്കാൻ പറയും. അതല്ലാത്തതിന് അവിടെ ഒരു ഫിദിയക്കുള്ള അവസരം പോലെ അവിടെ ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഫിദിയകൾ. മറ്റ് ഹദിയ തമത്തു ആയി ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇഫ്രാദായി ഖിറാനായി ചെയ്യുന്ന ആൾക്കെല്ലാം ഉള്ളതാണ് ഹദിയ എന്നുള്ള അറവ്. എന്നാൽ അവിടുന്ന് പോയി ഹജ്ജ് മാത്രം ചെയ്ത് തിരിച്ചു പോരുന്നു, ഉംറക്ക് ചെയ്യുന്നില്ല, ഓർക്ക് അറിവില്ല. ഇപ്പം മക്കത്തുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ജിദ്ദയിലുള്ള ആൾ ഹജ്ജ് ചെയ്യുമ്പോൾ അത് ചെയ്യാം. ഓരോ ദുൽഹിജ്ജ 8 നേരെ മിനയിൽ കണ്ടുവരും, അല്ലെങ്കിൽ 9 നേരെ അറഫീക്ക് എത്തും, 12 13 കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യും. ആ ഇഹ്റാമിൽ ഹജ്ജ് മാത്രമേ നിർവഹിക്കുക. ഒരിക്കൽ ഉംറയ്ക്ക് എപ്പോഴും വരാം, ആ നാട്ടിലാണ്, അവിടെ ഉള്ളവരാണ്, അപ്പോൾ ഒരിക്കൽ എപ്പോഴും ഉംറയ്ക്ക് വരാം. അപ്പോൾ ആ യാത്രയിൽ അവർ ഹജ്ജ് മാത്രം ചെയ്ത് തിരിച്ചു പോവുകയാണ് എങ്കിൽ ഒരു അറവ് അവിടെ ബാധ്യതയില്ല, ഹദിയയില്ല, ഒന്നുമില്ല. വേണ്ട, അറിവ് വേണ്ട, ഹജ്ജ് ചെയ്ത് മാത്രം പോരുകയാണെങ്കിൽ. സാധാരണഗതിയിൽ പോകുമ്പോൾ ആദ്യം ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യും, എന്നിട്ട് ഉംറ നിർവഹിച്ചിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും, സാധാരണ വേഷം സ്വീകരിക്കും, സാധാരണ ജീവിത രീതി സ്വീകരിക്കും, റൂമിലവിടെ പോയി സ്വസ്ഥമായി അവൻ ഒരാശ്വാസത്തിൽ കഴിഞ്ഞുകൂടും. പിന്നെ ദുൽഹിജ്ജ 8 റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് അവൻ നേരെ മിനയിലേക്ക് പോകും. അപ്പം ഇടയിൽ കുറച്ച് ദിവസങ്ങൾ അവനൊരു ആശ്വാസം കിട്ടി, തമത്ത, അതാ തമത്തു എന്നുള്ള രൂപം വരാൻ കാരണം. അപ്പം അതിന് അള്ളാഹുവിൻ്റെ ഒരു ശുക്രായിക്കൊണ്ട് ഒരു മൃഗത്തെ ബലിയർക്കുന്നു. പിന്നെ അത് ഒഴിവാനപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോണ മനുഷ്യന്മാരൊക്കെ ചില വെളി പറഞ്ഞിട്ട് ഇവിടുന്ന് ആദ്യം മദീനത്ത് കൊണ്ടുപോവുക, അപ്പോൾ മദീനത്ത് നിന്ന് വരുമ്പോൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് പോരുക, ഹജ്ജിനല്ല എന്ന് പറയുക. അല്ല, ആദ്യം മക്കത്ത് പോകും, ഉംറ ചെയ്യും, എന്നിട്ട് മദീനത്തേക്ക് പോകും, പിന്നെ മദീന ഹജ്ജിന് ഇഹ്റാം കിട്ടിപ്പോരും. അപ്പോൾ ഒരു യാത്രയിൽ രണ്ടും കൂടി ഞാൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഒരു അറിവ് ഒഴിവായി കിട്ടി എന്ന് പറയും. അത് ശരിയല്ല. കാരണം ഇവിടുന്ന് അപേക്ഷ കൊടുത്തത് ഹജ്ജനാണ്, കിട്ടിയത് ഹജ്ജനാണ്, എല്ലാവരും യാത്ര പറഞ്ഞ ഹജ്ജനാണ്, പോയതും ഹജ്ജനാണ്. പിന്നെ അവിടെ ചെല്ലാൻ പറ്റുന്ന പരിപാടിയാണിത്. നേരെ മക്കത്ത് ചെല്ലും, ഉംറ നിർവഹിക്കും. അപ്പോൾ ഓരോ വാദം ഈ യാത്രയിൽ ഉംറ ചെയ്തിട്ടുള്ള ഹജ്ജില്ല, അത് കഴിഞ്ഞ് മദീനത്തേക്ക് പോയി, പിന്നെ മദീനയിൽ പുതിയ യാത്ര,
ആ പുതിയ യാത്രയിൽ ഹജ്ജ് ചെയ്യുന്നുള്ളൂ, അവിടെ ഉംറ ചെല്ലോ. അപ്പം പിന്നെ രണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് അറവ് വേണ്ട എന്നാണ്. മിനയിൽ നിന്ന് തങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് 10-200 ആളെ കൊടുത്തിട്ട് ഇങ്ങനെ അറവൊക്കെ ഒഴിവാക്കി ഒരു നടത്തിയില്ല. എന്നിട്ട് മിനയിൽ ലാസ്റ്റ് ദിവസം തങ്ങൾ പ്രസംഗിക്കുകയാണ്, എൻ്റെ ഒപ്പം പോകുന്നതോട് നിങ്ങൾക്ക് 400 റിയാൽ ലാഭം കിട്ടി, അവിടെ 200 റിയാൽ നിങ്ങൾക്ക് എനിക്ക് തരണം. 400 ലാഭം ഉണ്ടാക്കിയിട്ട് 200 എനിക്ക് തരണം, ബാക്കി 200 എടുത്തോളി. അപ്പോൾ അതൊന്നൊരു ന്യായമായ പണിയല്ല.